കാരണം പാവപ്പെട്ടവര് മേച്ച് അവിടുന്ന് ചേരി പ്രദേശങ്ങളിൽ നിലവിളിക്കുമ്പോ കഴിക്കാനും കുടിക്കാനും ഉള്ളവർക്ക് സദ്യ കൊടുത്തിട്ട് തുള്ളുകയാണോ? അവകാശികൾ നിലവിളിക്കുമ്പോൾ അനാവശ്യമായി പണം ചെലവഴിച്ചതല്ലേ? എനിക്ക് യോജിപ്പില്ല. ഭരണാധികാരിയോട് ഇത് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്തുള്ള ഭരണാധിപസ്ഥാനം പോകുമെന്ന പേടിയില്ല. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരല്ല. അപ്പൊ നമ്മുടെ ആത്മാവുകളെ അല്ലാഹുവിലേക്ക് ചേർത്ത് വെച്ച് പടച്ചവന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മനുഷ്യരെ തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ പണത്തെ വല്ലാതെ പ്രണയിക്കുന്നു. അതാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. അപ്പൊ പണശൂന്യമായ ധനരഹിതമായ ഒരു സമൂഹത്തെയാണോ നിങ്ങൾ മാടി വിളിക്കുന്നത്? ഇവിടെ പൈസ ഒന്നും വേണ്ടാന്നാണോ മുസ്ലിയാരെ പറയുന്നത്? അല്ല, ഉള്ളവർ അതിന്റെ നീതി അനുസരിച്ച് കൈകാര്യം ചെയ്യണം. അവകാശികൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. അവരുടെ ക്രയവിക്രയങ്ങൾ അല്ലാഹ് അനുവദിച്ച നിലക്കാകണം. വിവാഹത്തിന്റെ ദൂർത്തുകൾ നടത്തുമ്പോ ഗൾഫുകാരൻ ഒരു ഞെളിയലുണ്ടാകും. ഞാൻ എന്റെ പൈസ കൊണ്ടാ മുസ്ലിയാരെ ഇത് കാണിക്കുന്നത്, നിങ്ങൾ ആരാണ് ചോദിക്കാൻ? അപ്പൊ പറയേണ്ട ഭാഷ, എടാ നിനക്ക് പണമില്ല, നീ നാളെ പോകുമ്പോ ഒരു ചില്ലറയും കൊണ്ടുപോകില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് അള്ളാന്റെ പണമാണെന്നാണ് എന്നാണ് യഥാർത്ഥത്തിൽ അവനോട് പറയേണ്ടത്. ആ നിലയിൽ അതാ ലോകത്തുള്ള മുഴുവനും സമൂഹത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്തു കൊണ്ടുപോകാനാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി പഠിപ്പിക്കുന്നതെങ്കിൽ. ഇനി ഖുർആനിനൊരു ശൈലിയുണ്ട്. മോഹങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവരെ അങ്ങ് തുള്ളാൻ സമ്മതിക്കില്ല. വിഷമങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവരെ അങ്ങ് ഡൗൺ ആക്കാനും ഖുർആൻ ശ്രമിക്കാറില്ല. അദാബിന്റെ ആയത്ത് പറഞ്ഞാൽ ഉടനെ അവിടുന്ന് ബിശാറത്ത് കൊടുക്കുന്നു. സ്വർഗത്തിന്റെ സൂചന നൽകിയാൽ ഉടനെ നരകത്തിന്റെ താക്കീത് കൊടുക്കുന്നു. പറുദീസയുടെ വണ്ണം പറയുമ്പോൾ നരകത്തിന്റെ ആഴം പറയുന്നു. അങ്ങനെ മാനസിക നില കീപ്പ് ചെയ്തുകൊണ്ടാണ് ഖുർആനിൽ അവിടുന്ന് ഓരോ ആയത്തുകളും ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരധ്യായം നരകമെന്ന് കാണുകയില്ല, ഒരധ്യായം സ്വർഗമെന്ന് കാണുകയില്ല. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വ്യാപിച്ച് പല സ്ഥലങ്ങളിലായി കിടക്കുകയാണ്. സ്വർഗത്തെ കുറിച്ചുള്ള ആയത്തുകൾ പല സ്ഥലങ്ങളിലായി ചെതറിക്കിടക്കുകയാണ്. അത് അധ്യായ ക്രമത്തിൽ വെക്കാൻ അല്ലാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല, മനുഷ്യന്റെ ബാലൻസിനെ കീപ്പ് ചെയ്യുന്ന അവിടുന്ന് അല്ലാഹു എന്ന പരമാധികാരിക്ക് ഏറ്റവും നല്ല ഘടന അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചുരുക്കി പറയട്ടെ, അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആനെങ്ങാനും വിഷയാധിഷ്ഠിത അധ്യായ ക്രമീകരണത്തിലായിരുന്നെങ്കിൽ, ഓരോരോ ചാപ്റ്റർ ഓരോരോ വിഷയങ്ങളായിരുന്നെങ്കിൽ ഖുർആൻ ഖത്മാക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അതിന്റെ ആയത്തുകൾ അങ്ങോട്ട് നീങ്ങിപ്പോകാൻ കഴിയില്ല, പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുമല്ലോ. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ അതിന്റെ അത്ഭുതപരമായ കാര്യങ്ങൾ പറയുമ്പോ അതും അവിടുന്ന് മറ്റൊരു തരത്തിലുള്ള വികാരം തരുമ്പോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവിടുന്ന് അതാ ക്രമീകരിച്ചിരിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു ദിവസം ഇരുന്ന് കരയുകയാണ്. കരയുന്ന സമയത്തോ വന്നിട്ട് ചോദിക്കുന്നു, അല്ല എന്തിനാണ് കരയുന്നത്? ഒന്നും പറയാനില്ല. കരഞ്ഞ് ആ സഹോദരി അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹോദരന്മാര് രണ്ടുപേരും വന്നിട്ട് ചോദിക്കാണ്, എന്താണ് പറമോളെ, എന്തിനാ കരയുന്നത്? ഞങ്ങൾ രണ്ട് സഹോദരന്മാരില്ലേ, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറഞ്ഞോ, നിങ്ങളോടൊന്നും പരാതി പറയാനില്ല. എന്റെ ഭർത്താവ് ഇന്നലെ രാത്രി നിസ്കരിക്കാൻ നിന്നു, അവിടുന്ന് അല്ലാഹുവിലേക്ക് ഖുർആൻ പാരായണം ചെയ്തു, പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ബോധരഹിതനായി വീണു. അവിടുന്ന് കുറെ ശബ്ദങ്ങൾ ശരീരത്തിൽ നിന്നിങ്ങനെ വന്നു.
എനിക്ക് തോന്നി ഇത് അവസാനത്തെ വലിവാണോന്ന്. പിന്നെ കഴിഞ്ഞപ്പോ പിന്നെ അടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു പടച്ചവരെ ലോകത്തോട് വിട പറഞ്ഞോന്ന്. അല്പം കഴിയുമ്പോ അവിടുന്ന് ഞെട്ടിയൊന്ന് ഉണരുന്നു, വീണ്ടും ഖുർആനിലേക്ക് മടങ്ങുന്നു. അങ്ങനെ സുബഹി വരെ അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയണമല്ലോ എന്ന ആയത്ത് വരുന്ന ആശയം വരുന്ന ആയത്തോതിയിട്ട് കരയുകയാണ്. എന്റെ ഈ പ്രഭാഷണ സീഡിയിലൂടെ പല സ്ഥലത്തും കേൾക്കുന്നവരുണ്ടാകാം. പള്ളി കമ്മിറ്റികളിലേക്ക് മത്സരം നടക്കുന്ന നാടുകൾ അതിലുണ്ട്. അമാനത്താണ്, പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതാണെന്ന ബോധമില്ല. പള്ളി പ്രസിഡന്റും സെക്രട്ടറിയുമാകാൻ ബാലറ്റ് പേപ്പർ വെച്ച് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുവന്ന് മത്സരം നടത്തുന്ന കാലമാണ്. കാരണം അതിന്റെ ഗൗരവം അവർക്കറിയുന്നില്ല. അവിടെയും പണമുള്ളവനും സാമൂഹിക സ്വാധീനമുള്ളവനും അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുന്നവനും അധികാരത്തിലേക്ക് വരികയും പള്ളിയുടെ മിഹ്റാബ് ഏതാണെന്ന് പോലും അറിയാത്തവൻ ചിലപ്പോൾ സെക്രട്ടറി ആവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഇസ്ലാമികമായി ഐഡന്റിറ്റിയും അർഹതയുമുള്ളവനാണ് പള്ളിയുടെ പരിപാലകനാകേണ്ടത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. അല്ലാഹുവിനെ പേടിയുള്ളവനാകണം പള്ളിയുടെ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അത് ഇലക്ഷൻ വൽക്കരിച്ചിട്ട് പഞ്ചായത്താക്കാനുള്ളതല്ല, ബാലറ്റ് പേപ്പർ വെച്ചിട്ട് തെരഞ്ഞെടുപ്പാക്കാനുള്ളതല്ല. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ദീനിന്റെ കൈകാര്യത്തിന് ഏറ്റവും അർഹതപ്പെട്ടവരെ കൊണ്ടുവരാൻ കഴിയണം. അത് പ്രായോഗികമായി നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും. ഇവിടെ ഇത്രയും വലിയ അംഗസംഖ്യയുള്ള SYSന് ഇലക്ഷൻ ഇല്ല, വിദ്യാർത്ഥികളുടെ സംഘടനയായ SSFന് ഇലക്ഷൻ ഇല്ല. മഹാന്മാരായ ഇമാമുകൾ കാണിച്ചതുപോലെ കൂടിയിരിക്കുന്ന മോമിനീങ്ങൾ പരസ്പരം സമവായത്വത്തിലെത്തി ആർക്കാണോ ഇത് നന്നായി നയിക്കാൻ കഴിയുക അവരെ ഒരുമിച്ച് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു ആ നിർമ്മലമായ ചുറ്റുവട്ടത്തിൽ തന്നെ ഈ പ്രസ്ഥാനങ്ങളെ നിലനിർത്തി തരട്ടെ. കാരണം ആലിമീങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ കടിഞ്ഞാൺ, സാദാത്തുക്കളുടെ സാരഥ്യത്തിലാണ് ഇതിന്റെ ചലനം. അതുകൊണ്ട് ഇവിടെ മത്സരങ്ങളില്ല, ബാലറ്റ് പേപ്പറില്ല. കൂടുന്ന ആളുകൾ മുഷാവറ ചെയ്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും കരുത്തുറ്റവരാരാണ് അവരെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അല്ലാതെ സ്ഥാനമോഹങ്ങൾ എന്ന ലക്ഷ്യമേ ഇല്ല. അല്ലാഹു ആ കൃത്യമായ ഇഖ്ലാസ് ദീനിന്റെ ഖാദിമീങ്ങൾക്കും പ്രസ്ഥാന നായകന്മാർക്കും മുഴുവൻ അല്ലാഹു നിലനിർത്തി തരട്ടെ. കാരണം ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയമുള്ളവരാണ്. SSFന്റെയും SYSന്റെയും ഒക്കെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആകുമ്പോ തുള്ളിച്ചാടലല്ല, ആ യോഗത്തിൽ നിന്ന് പൊട്ടിക്കരയലാണ്. കാരണം പടച്ചവനെ, വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്, എനിക്ക് നിർവഹിക്കാൻ പറ്റുമോ? അപ്പൊ ആ ഇമാമീങ്ങൾ പറഞ്ഞു തന്ന ചൈതന്യത്തെ ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിന്റെ മുമ്പിലും ആ നൈർമല്യം നിലനിർത്തി കൊണ്ടുപോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളാണ്. അല്ലാതെ ഇതിന് മറ്റേതെങ്കിലും വ്യവസ്ഥിതിയുടെ ഭാഷയിൽ വായിക്കേണ്ടതല്ല. അതുകൊണ്ട് ഈ സമുദായത്തോട് നമുക്ക് കൈമാറ്റം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ലോകത്തിന് മുഴുവനും ക്ഷേമം കൊടുക്കുന്ന, സമുദായത്തിന് ഭദ്രത നൽകുന്ന നല്ല നല്ല ആശയങ്ങളാണ്. ഇനി ചില താക്കീത് പറയണമല്ലോ. മോനെ അറിഞ്ഞോ, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. ഭൂമി അവിടുന്ന് ധൂമധൂമങ്ങളായി ഇളകിപ്പൊളിഞ്ഞാൽ അങ്ങനെ ഒരു അന്ത്യനാള് മോനെ വരാനുണ്ട്. അതിനെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം. ഒരിക്കൽ സി രാധാകൃഷ്ണൻ എഴുതിയ എഡിറ്റോറിയൽ ഞാൻ മറന്നിട്ടില്ല. ഈ ലോകം വികസിച്ചു വികസിച്ച് വീർത്ത ഒരു ബലൂൺ പോലെ പൊട്ടിപ്പോകുമോ? അതല്ല, ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബലൂൺ കാറ്റൊഴിഞ്ഞിട്ട് അവിടുന്ന് ചൊട്ടിപ്പോകുമോ? കാറ്റ് വീർത്തിട്ട് പൊട്ടിപ്പോകുമോ? കാറ്റൊഴിഞ്ഞിട്ട് ചൊട്ടിപ്പോകുമോ? ഇങ്ങനെ രണ്ടാലൊന്ന് സംഭവിക്കണം. മീൻസ് ലോകം ഇവിടെ അവസാനിച്ചിരിക്കണം. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ഗതി.
അതിന്റെ അർത്ഥം 2020 ലോകം അവസാനിക്കുമെന്നല്ല. ചില ആളുകൾ അങ്ങനെ ചില കാഴ്ചപ്പാടുകളുമായി മായൻ കലണ്ടറും മറ്റേ കലണ്ടറും ഒക്കെയായി വന്നവരുണ്ട്. ചില ആളുകൾക്ക് ധൃതിയിൽ ഖിയാമത്ത് നാളാക്കണം, ചില ആളുകൾക്ക് ലോകം അവസാനിക്കില്ലെന്ന് പറയണം. എന്നാൽ ഇസ്ലാം അതിന് വ്യക്തമായ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലോകം ഒരു നാൾ അവസാനിക്കുകയും വ്യക്തമായ നീതിയുടെ ലോകം വരികയും ചെയ്യും. നമ്മുടെ കോടതികൾക്ക് ചിലപ്പോൾ പരമമായ നീതി നടപ്പിലാക്കാൻ കഴിയില്ല. അവർക്ക് ബോധ്യപ്പെട്ട നീതിയെ നടപ്പിലാക്കാൻ കഴിയൂ. അതിൽ ചിലപ്പോൾ നിരപരാധികൾ അഴിയെണ്ണേണ്ടി വരും. അതുകൊണ്ട് വ്യക്തമായ നീതി സംരക്ഷിക്കപ്പെടുന്ന കാലം വരണം. അവിടുന്ന് യഥാർത്ഥ നീതിമാന്മാരെയും യഥാർത്ഥ സദ്വൃത്തരെയും വിലയിരുത്തുന്ന കാലം വരണം. അത് മനുഷ്യന്റെ വിചാരം ആവശ്യപ്പെടുകയാണ്. എത്രയോ നിരപരാധികൾ അപരാധികളായി ചാപ്പകുത്തപ്പെട്ടിട്ടുണ്ട്. എത്രയോ നിരപരാധികൾ നീണ്ടകാലം അഴിയെണ്ണിയിട്ടുണ്ട്. അവർക്ക് നീതി കൊടുക്കാൻ ഒരു വ്യവസ്ഥിതി വേണ്ടേ? അല്ലെങ്കിൽ എന്നും അവരങ്ങനെ കിടന്നാ മതിയോ? പറ്റില്ല. അഹ്കമുൽ ഹാകിമീൻ, എല്ലാ ജഡ്ജിമാരെയും പിടിച്ചു കെട്ടിയിട്ട് നീതി നടത്തുന്ന ഒരു ദിനം വരണം. എടാ, നീ ഇന്ന സീറ്റിൽ ഇരുന്നവനാണ്, നീ ഒരു പാവപ്പെട്ടവനെ പരസ്യമായി പ്രതിക്കൂട്ടിൽ കയറ്റിയില്ലേടാ എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാ ഖാദിമാരും എല്ലാ ഹാക്കിമീങ്ങളും എല്ലാ വിധികർത്താക്കളും എല്ലാ ന്യായാധിപന്മാരും എല്ലാ പരാതിക്കാരും വരുന്ന ഒരു കാലം വരും. അപ്പോൾ അങ്ങനെ ഒരു ആധ്യാത്മിക സമൂഹത്തിന് മാത്രമേ ഇവിടെ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും ചൂതുകളിയന്മാരും ധിക്കാരികളുമായ ഒരു സമൂഹത്തെ അവിടുന്ന് അട്ടർ ചേഞ്ച് വരുത്തി ഫുള്ളി അവരെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് കഴിഞ്ഞത്. അവർക്ക് ആദ്യം കൊടുത്തത് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന സന്ദേശമാണ്. മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. പടച്ചവനെന്ന് എല്ലാം അറിയുന്ന ഒരു അധികാരിയുണ്ടെന്ന ബോധം പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നാം വിശദീകരിച്ചിട്ടുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോധം സൃഷ്ടിച്ചപ്പോൾ പിന്നെ എത്ര സിമ്പിളായിട്ടാണ് കള്ളുകൂടി നിരോധിച്ചത്. ഒരു ചെറിയ പ്രസ്താവനയിലൂടെയാണ് അവിടുന്ന് വ്യഭിചാരത്തെ ഇല്ലായ്മ ചെയ്തത്, ചൂതാട്ടത്തെ മാറ്റിക്കളഞ്ഞത്. അങ്ങനെ എല്ലാ നീതിനിഷ്ഠമായ സംസ്ഥാപനത്തിനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞത് അവിടുത്തെയുടെ വ്യക്തമായ ഇലാഹി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ നിയമവ്യവസ്ഥിതിയായതുകൊണ്ടാണ്. തജല്ലിയാത്ത് ആപ്സേ തഖയ്യുലാത്ത് ആപ്സേ, അവിടുന്നാണ് നബിയെ സർവ്വതും. കാരണം എന്താ? ചുനിയോ ചുന മക്കീനോ മക്കാൻ ജമീനോ ജമാൻ തുമ്ഹാരേ ലിയേ. കാരണം ഇലാഹി ദാനത്തിന്റെ കവാടമായി കാരുണ്യത്തിന്റെ കവാടമായി വെച്ചതാണ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റഹ്മത്തിന്റെ പത്താണ്, റഹ്മത്ത് നബിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം അറിയേണ്ട പത്താണ്. അവ്വലുഹു റഹ്മ, ഹബീബായ നബിയല്ലേ നമ്മളെ വിളിച്ച് ആദർശത്തിലേക്ക് ചേർത്തു നിന്നത്. അപ്പൊ ഹബീബിനെ കൂടുതൽ അറിയേണ്ട പത്താണിത്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാനവികതയെ മുഴുവനും മാറ്റിക്കൊണ്ടുവന്ന് അധികാരസ്ഥാനങ്ങളൊന്നും ആവശ്യപ്പെടാതെ, ഒരു ചെറിയ ചിത്രം പോലും നിങ്ങൾ എടുക്കാൻ പറയാതെ, ഒരു പ്രതിഭ പോലും സ്ഥാപിക്കാതെ 1500 കൊല്ലം നിത്യജ്യോതിസായി മനോഹൃദയങ്ങളിൽ അവിടുത്തെ ആംഗ്യവിക്ഷേപങ്ങളടക്കം മനഃപ്പാടമായി നിലനിൽക്കുന്ന ഒരു നേതാവ് ലോക ചരിത്രത്തിലില്ല. കാരണം എന്താ? കഹാ ജാതാ ഹെ രഹ്തേ ഹെ ദൂല ഫഖത് മദീനെ മേ മോലത് ഹെ രഹ്തേ ഹെ വോ ആശിഖോൻ കെ സീനെ മേ. ഹബീബ് ജീവിക്കുന്നത് കേവലമായ ഗാലറിയിലല്ല, തെരുവിലുള്ള പ്രതിമയിലല്ല, ഏട്ടിലുള്ള ചിത്രത്തിലല്ല, മറ്റെവിടെയെങ്കിലുമുള്ള താൽക്കാലികതകളിലല്ല.
നിറജ്യോതിസായി മനസ്സിൽ നിലനിൽക്കുന്നു. മദ്രസയിലെ 2ാം ക്ലാസ്സിലെ കുഞ്ഞിനെ വിളിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോ സ്വലാത്ത് വരുന്നു. കാരണം എന്താ? വശഖാലഹു മീൻ ഇസ്മിഹി ലിയുജില്ലഹു വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ട നാമത്തെ ഇലാഹി നാമത്തിന്റെ അനുബന്ധമായി അല്ലാഹു എല്ലായിടത്തും വെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ് നമ്മുടെ മുഴുവനും ആദർശത്തിന്റെ അത്തിവാരം. അത്തർതബിന്നൂരിൽ മുബീനി ഫുആദി വഅസഹ്ത ഹമ്മൻ ബിൽ ഹദീഥി الشادي شمس المحبة أشرقت في كوننا يا سيد الإشراق والإسعاد എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതാ തുടർന്ന് വരുന്ന വൈകാരികമായ ഒരു വരി കേട്ടോളൂ. നഹ്റുൽ മഹബ്ബത്തി ഫീ ദിമാനാഹാ യജ്രി കജരി റൗഹി ഫിൽ അജ്സാദി. ശരീരത്തിൽ ആത്മാവ് നിലനിൽക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ സിരകളിൽ ഹബീബേ അവിടുത്തെയുടെ അനുരാഗമുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ കഷ്ണങ്ങളായി മുറിച്ചാലും ഒഴുകുന്ന സിരയിലും മുസ്തഫവീയമായ പ്രഭാവമുണ്ട്, റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഹബീബിലേക്ക് പ്രണയം ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. ആ ഹബീബിനോട് മഹബ്ബത്ത് വെക്കുന്ന കൽബായി പൂർണ്ണ പ്രശോഭയുള്ളതാക്കണേ അല്ലാഹ്. തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് താക്കീത് നൽകുകയാണ്. മോനെ, നിന്റെ ഭൗതികതയുടെ ജാടകൾ മുഴുവനും അവസാനിക്കാൻ പോവുകയാണ്. ഇസ്ലാം അവിടുന്ന് വിഷയമുന്നയിച്ചു, കാരണം പറഞ്ഞു, എന്നിട്ടിനി പരിഹാരത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചില താക്കീതുകളാണ്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഇവിടെയൊക്കെ പരിഭാഷകൾക്ക് ഇതിന്റെ തന്മയത്വം പകർത്താൻ ഒരിക്കലും കഴിയില്ല. അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവിടെ എങ്ങനെയൊക്കെ ട്രാൻസ്ലേഷൻ എഴുതിയാലും ഭൗതികമായ ഒരു രാജാവിന്റെ ജാടയാണ് അതിൽ വരാൻ കഴിയുകയുള്ളൂ. അത് പക്ഷേ അല്ലാഹുവിനില്ല. ലൈസ കമിഥിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഇതിന് വേർബൽ ട്രാൻസ്ലേഷൻ പറഞ്ഞാലോ വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വന്നിരിക്കുന്നു, വൽ മലായികതു സഫൻ സഫാ, അണിയണിയായി മാലാഖമാരുടെ അകമ്പടിയോടെ റബ്ബിദാ അവിടുന്ന് രാജാക്കന്മാര് വരുന്നത് പോലെ എഴുന്നള്ളുന്നൂന്നേ പരിഭാഷകൻ എഴുതാൻ കഴിയൂ. അവിടെ ഒരുപാട് തരത്തെ ജഡവൽക്കരണങ്ങളും ശരീരവൽക്കരണങ്ങളും മെറ്റീരിയലൈസേഷനും വരും. അതേ സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാഹുവിന് കാലമില്ല, ദേശമില്ല, ഭാവമില്ല, ഭാഷയില്ല. അല്ലാഹു എന്താണെന്ന് നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്റെയും നിങ്ങളുടെയും ബുദ്ധി കാലത്തിന്റെ വേലിയിൽ പരിമിതമാണ്, ദേശത്തിന്റെ വേലിയിൽ പരിമിതമാണ്, ഭാഷയുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുപോലെ കാലാവസ്ഥ നമ്മെ നിയന്ത്രിക്കുന്നതാണ്. കേരളീയൻ ഡൽഹിയിൽ ചെന്നാൽ ചിലപ്പോൾ പനിയടിച്ചു പോകും. ഡൽഹിക്കാരൻ കേരളത്തിൽ വന്നാൽ ചോറ് തിന്നാൻ പറ്റാതെ ആയി പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 100,000 പരിമിതികളുടെ നടുവിലാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഈ പരിമിതികളെയെല്ലാം ലോകത്തിന് മുഴുവനും വിശാലമായി ഉൾക്കൊള്ളുന്ന അധികാരിയായ റബ്ബിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ, അവന്റെ സത്തയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. അതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം മുസ്ലി തങ്ങൾ ചോദിച്ചു. ഇമാം ബൈഹഖി അവിടുന്ന് മനാഖിബുൽ ഇമാം ശാഫിഈ രേഖപ്പെടുത്തി.
അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ചുള്ള ചില വിചാരങ്ങൾ. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, മോനെ, മാനത്തെത്ര നക്ഷത്രങ്ങളുണ്ട്? എനിക്കറിയില്ല. അതിന്റെ വർഗങ്ങളും ഉരുവങ്ങളും ഒക്കെ അറിയുമോ? അറിയില്ല. അപ്പ പരീക്ഷണ ഘട്ടത്തിൽ മഹാനവറുകൾ ചോദിച്ചു, മോനെ, വുളൂവുമായി ബന്ധപ്പെട്ട ചില മസലകൾ ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, ദിവസവും 5 നേരം കൈകാര്യം ചെയ്യേണ്ട വുളൂഇന്റെ മസലകൾ പോലും പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടില്ല. കാണുന്ന നക്ഷത്രങ്ങളെപ്പോലും എണ്ണി തിട്ടപ്പെടുത്താൻ പരിമിതിയുണ്ട്. എന്നിട്ടാണോ ഇതിന്റെ മുഴുവനും വിധാതാവായ, അവിടെ ഇതിന്റെ മുഴുവനും പരിപാലകനായ പടച്ചവന്റെ സത്തയെ എനിക്ക് ഉൾക്കൊള്ളണമെന്ന് നീ വാദിക്കുന്നത്? മോനെ, നിന്റെ ബ്രെയിൻ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് ഇറക്കിയതാണ്. ആ സോഫ്റ്റ്വെയറിൽ മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. നിന്റെ ഫയൽ വേർഡിൽ ചെയ്തതാണ്. നീ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാകണം, അല്ലെങ്കിൽ ചിലപ്പോ ഓപ്പൺ ആവൂല. എന്നതുപോലെ നിനക്കവിടുന്ന് ലിമിറ്റ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ നടത്തിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു വ്യവസ്ഥിതിയിലാണ് നിന്റെ ബ്രെയിനും നിന്റെ ചുറ്റുപാടുമെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കുന്നു, അല്ലാഹുവിന്റെ സാന്നിധ്യം. അല്ലാതെ അല്ല വരിക എന്ന് പറഞ്ഞാൽ ഫീ ആനൈനി ഫീ മക്കാനൈനി, 2 സമയങ്ങളിൽ 2 സ്ഥലത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശാരീരികതയുടെ വിശേഷണമാണ്. അത് അല്ലാഹുവിന് ഉണ്ടാകാൻ പറ്റുന്നതല്ല. അല്ലാഹുവിനത് പറ്റാത്തതാണ്. അല്ലാഹുവിന്റെ വിശേഷണത്തിനെതിരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പമോ ചിന്തയോ പാടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന് മലയാളത്തിൽ ഇറങ്ങിയ ഒരുപാട് പരിഭാഷകളിലും അല്ലാഹുവിനെ ജഡവൽക്കരിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ അവയവവൽക്കരിച്ചിട്ടുണ്ട്. അല്ലാഹു അർശിന്മേൽ ആസനസ്ഥനായി എഴുതിയിട്ടുണ്ട്. ആസനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചന്തി എന്നാണ്. ആസനസ്ഥെന്ന് പറഞ്ഞാൽ ചന്തി കൊണ്ട് ഇരുന്നു എന്നാണ്. അത് അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റാത്തതാണ്. ഭാഷ വേറെ ഇല്ലാത്തത് കൊണ്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് പോലും വ്യക്തമായ ഒരു പരിഭാഷ എഴുതാൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉറുദുവിലോ നൂറുകണക്കിന് പരിമിതികളുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ എന്ന അപൂർണ ആഖ്യാനമാണ് മലയാള പരിഭാഷയിലുള്ളത്. ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ് എന്ന് ഇംഗ്ലീഷിൽ വരുന്നതും ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഖുദാ കാ നാം സേ ഓ ബഹുത് മെഹർബാനി ഓ റഹം വാലാ ഹേ എന്ന് എഴുതിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുമ്പോൾ, അവിടെ ആ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ സെന്റൻസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഉറുദുവിൽ വ്യാഖ്യാനം എഴുതുമ്പോ ബഹുമാനപ്പെട്ട ഇമാമെ അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദാ കാ നാം സേ ശുറൂ ഹേ ഓ ബഹുത് മെഹർബാനി ഹേ ഓ റഹം വാലാ ഹേ എന്ന സമ്പൂർണമായ ആശയം തരുന്ന വിധത്തിൽ അതിന് വ്യാഖ്യാനമേ എഴുതിയിട്ടുള്ളൂ. നേരെയുള്ള വാചകമായ പരിഭാഷ എഴുതിയാൽ പരിശുദ്ധമായ ഖുർആനിന്റെ മൂല്യം അവിടുന്ന് പകർന്നു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൻസുൽ ഈമാൻ എന്ന് പറയുന്ന ഉറുദുവിലുള്ള വ്യാഖ്യാനത്തെ അധികരിച്ചുകൊണ്ട് നിരവധി പഠനം നടക്കാനുള്ള കാരണം. ഖസാഇനുൽ ഇർഫാൻ പോലെയുള്ള തുടർ വ്യാഖ്യാനങ്ങളും അതിന് വന്നിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, അപ്പൊ അല്ലാഹുവിന്റെ മഹത്വത്തിന്റെ വിശേഷണങ്ങൾ ഖുർആനിൽ പറയുമ്പോ നമ്മുടെ വകയായി പരിഭാഷപ്പെടുത്താനോ അഭിപ്രായം പറയാനോ ഉള്ളതല്ല. അല്ലാഹുവിന്റെ ജലാലത്തിന്റെ പദവി അതങ്ങ് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതിൽ കൈയിടാൻ നമുക്ക് അധികാരമില്ല. എന്റെ ഭാഷ നിർണയിച്ചത് ഞാനല്ല. എന്റെ നീളം നിർണയിച്ചതോ, നിറം നിർണയിച്ചതോ, പ്രായം നിർണയിച്ചതോ, മുഖഭാവം നിർണയിച്ചതോ എനിക്ക് യാതൊരു റോളുമില്ല. അല്ല തന്ന തലയും കൊണ്ട് നടന്നുകൊള്ളണം, അല്ല തന്ന തടിയും കൊണ്ട് പൊയ്ക്കൊള്ളണം, അല്ല തന്ന നിറം കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണം, അല്ല തന്ന വണ്ണം കൊണ്ട് സമാധാനിച്ചു കൊള്ളണം, അല്ല തന്ന ന്യൂനതകളൊക്കെ വഹിച്ചു കൊള്ളണം. അല്ലാതെ അതൊന്നും സമരം ചെയ്യാൻ പറ്റില്ല. അല്ലാഹുവിന്റെ കയ്യിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൽ നമ്മൾ ഇങ്ങനെ പോവുകയെന്നല്ലാതെ അവനോട് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്റെ വാപ്പാനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. എന്നെ ജന്മം നൽകിയ വാപ്പാനെ വാപ്പയെന്ന് വിളിക്കാനേ എനിക്ക് അധികാരമുള്ളൂ. അത്രയും സിമ്പിളല്ലേ നമ്മുടെ അധികാരം. എല്ലാ അധികാരികളും അതുപോലെ പരിമിതികളുള്ളവരല്ലേ.
അല്ലാതെ അതൊക്കെ ഇങ്ങനെ മറന്നിട്ട് ഞങ്ങൾ വലിയ പ്ലാസ്റ്റിക് മോഡേണിസ്റ്റ് പോസ്റ്റ് മോഡേൺ എന്നൊന്നും പറഞ്ഞിട്ട് ആ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചതാണ് ഇന്ന് മുസ്ലിം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇസ്ലാം ഹെദാരി എന്ന പേരിൽ മലേഷ്യയിൽ തുടങ്ങി ഇസ്ലാമിനെ ആധുനികവൽക്കരിച്ച് ആധ്യാത്മികതയുടെ ചിഹ്നങ്ങളെ മുഴുവനും നിഷേധിക്കാൻ അവിടെ ജഡവൽക്കരിക്കപ്പെടുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് മാറാതെ ആനുകാലികമായി ഇടപെടാനുള്ള ഇസ്ലാമിന്റെ വ്യാപ്തി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ മതി, അല്ലാതെ അസ്തിത്വത്തെ നിഷേധിക്കേണ്ടതില്ല. അതിനാദ്യം നമുക്ക് പ്രൈമറി നോളജ് ഇസ്ലാമിനെ കുറിച്ചുണ്ടാകണം. നമുക്കിന്ന് ഇസ്ലാമിക് നോളജിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ പഠിക്കും, ഒന്നുകിൽ എന്റെ മകൻ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആകണമെന്ന വിചാരമേ ഉള്ളൂ. എന്റെ മകൻ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കണമെന്ന വിചാരത്തിലേക്ക് രക്ഷിതാക്കൾ വളരണം. അത് ഇരുലോക രക്ഷയുടെ കാരണമാണെന്ന് മനസ്സിലാക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്റെ മകൻ പോയി പഠിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെക്കാളും ഇമ്പോർട്ടന്റ് ആണ് അവന്റെ ഇരുലോക വിജയത്തിന്റെ ആത്മീയ വിദ്യാഭ്യാസമെന്ന് എഴുതി പഠിപ്പിച്ച് നടപ്പിലാക്കാതെ രക്ഷപ്പെടാനില്ല. പിന്നീട് വിദ്യാഭ്യാസ മേഖലകളൊക്കെ മാറിയിട്ട് പിന്നെ അത് റിക്കവർ ചെയ്യാനും കഴിയില്ല. നമ്മളാണ് മക്കളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കേണ്ടത്. മോനെ, ഇരുലോക രക്ഷയ്ക്കുള്ള വിജ്ഞാനമാണ് നിന്റെ മദ്രസ വിജ്ഞാനം. അതിന് കൃത്യമായി സമയം കൊടുത്ത് പഠിപ്പിച്ചിരിക്കണം. മറ്റേത് ഇവിടുത്തെ ജീവിതത്തിന് മാത്രമുള്ളതാണ്. അത്രയും പ്രാധാന്യമേ അതിനുള്ളൂ. അതല്ലേ മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. എത്ര സാരവത്തായ വാചകമാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ അറിയണം, ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കണം. വജാഅ റബ്ബുക വൽ മലായികതു സഫൻ സഫാ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. അപ്പോഴാണ് ശിക്ഷക്ക് ധിക്കാരികളെ മുഴുവനും പിടിച്ചുകെട്ടാനുള്ള നരകമതാ വരുന്നു, ആനയിക്കപ്പെടുന്നു. അതിന് പലവിധ ആഖ്യാനങ്ങളുമുണ്ട്. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, മുൻകാല ഖുർആൻ വ്യാഖ്യാനങ്ങളിലുള്ള ചില ആലങ്കാരിക പ്രയോഗങ്ങളെ കൊണോട്ട് ചെയ്യാൻ വേണ്ടി ചില ആളുകൾ വരാറുണ്ട്. ഉദ്യമിക്കേണ്ടതില്ല. കാരണം നമുക്ക് പരിചയപ്പെടുന്ന ഒരു ഭാഷയിലേ പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കാലത്തെയും പണ്ഡിതന്മാർ അതാതു കാലങ്ങളിൽ ലഭ്യമായ ലേറ്റസ്റ്റ് ഉദാഹരണങ്ങളിൽ ജനങ്ങൾക്ക് ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ചുതണ്ടെന്ന് മനസ്സിലാകാത്ത ഒരു തലമുറയോട് കാളയുടെ കൊമ്പ് പോലെ എന്ന് സ്വാമി പറയാനുള്ള കാരണം, അന്ന് അച്ചുതണ്ട് എന്ന് മനസ്സിലാകുന്ന സൊസൈറ്റിയല്ല. അതേസമയത്ത് കാളയുടെ കൊമ്പിന്റെ നടുവിൽ ഒരു പന്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നവര് പറഞ്ഞു കൊടുത്തത് ആ കാലത്തുള്ള ആളുകൾക്ക് അതേ മനസ്സിലാകൂ, അല്ലാതെ ഇമാമിങ്ങളെ കയ്യേറ്റം ചെയ്യേണ്ടതില്ല. ഇന്നത്തെ ആളുകൾക്ക് അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും, മൊബൈൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. കുറച്ചു കൊല്ലം മുമ്പുള്ളവരോട് ഈ മൊബൈലിനെ കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഉൾക്കൊള്ളുമോ? അപ്പൊ അതാതു കാലങ്ങളിൽ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഖ്യാനങ്ങൾ നടത്തിയപ്പോൾ അത് അവതരണ ശൈലികൾ മാത്രമാണ്. അതാണ് മുഫസ്സിറുകൾ മുഴുവനും നടത്തിയിട്ടുള്ളത്, ഖുർആൻ വ്യാഖ്യാനങ്ങളിലുള്ളത്. അത് വിമർശിക്കപ്പെടേണ്ടതല്ല. ഇന്നത്തെ സൊസൈറ്റിക്ക് ഏത് ലാംഗ്വേജിൽ പറഞ്ഞാലാണോ മനസ്സിലാവുക ആ ലാംഗ്വേജിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പണ്ടോ മോനെ മലക്കുകളെ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയുമ്പോ അവിടെ ഇമാജിനേഷൻ വരുന്നത് ബുക്കും പേനയും ഉണ്ടെന്നായിരിക്കാം. ഇന്നത്തെ കുട്ടിയോട് അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവന്റെ സങ്കല്പങ്ങൾ ഒന്നുകൂടി ഡെവലപ്ഡായി. അതിന് ബുക്കും പേനയും തന്നെ വേണമെന്നില്ല, ലാപ്ടോപ്പ് തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെയും ക്യാച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള കാലമാണ്. അപ്പൊ അവന്റെ ഇമാജിനേഷൻ മാറിപ്പോയി. എന്നാൽ അതിന്റെ ശരിയായ ഘടന എങ്ങനെ, അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു അഅലം ബിമുറാദിഹി. അതിന്റെ ശരിയായ സത്യം അറിയില്ല. ഇതുപോലെ ഇലാഹിയായ വിജ്ഞാനങ്ങൾക്ക് അതിൻ്റെതായ അതോറിറ്റി ഉണ്ട്. അത് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ഇസ്ലാമിനെ വേണ്ടതുപോലെ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുൽ ദിക്റാ. നരകമാണ്
പഠിപ്പിക്കപ്പെടുമ്പോഴാണ് മനുഷ്യനിങ്ങനെ ആലോചിക്കും, പടച്ചവനെ, പണ്ട് തിരൂര് ടൗൺ ഹാളിൽ നിന്നൊരു മുസ്ലിയാരും അതിനു മുമ്പ് വലിയ വലിയ ആലിമീങ്ങളും അതിനു മുമ്പ് വലിയ തലയെടുപ്പുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുമൊക്കെ പരലോകം വരുമെന്നും വിചാരണയുണ്ടെന്നുമൊക്കെ പറഞ്ഞിരുന്നല്ലോ റബ്ബേ. ഇപ്പൊ നരകത്തിന്റെ വാതിൽക്കലെത്തിയല്ലോ. ഇപ്പൊ വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല മോനെ, കോടതി പിരിഞ്ഞു, ന്യായത്തിന് വിലയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്തവര് വിഷമിക്കുകയാണ്. നരകമാനയിക്കപ്പെട്ടു, നരകാവകാശികൾ വിളിക്കപ്പെട്ടു. അപ്പോഴാണ് പടച്ചോനെ, പണ്ട് വയലിൽ പറഞ്ഞ നരകമാണല്ലോ, ഖുർആനിൽ പറഞ്ഞ നരകമാണല്ലോ, ഉസ്താദുമാര് ഭീഷണിപ്പെടുത്തിയ നരകമാണല്ലോ, ഇതാ വന്നിരിക്കുന്നു എന്ന് അപ്പ വകതിരി ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ രണ്ടു നിലയിൽ വ്യാഖ്യാതാക്കൾ പോകുന്നുണ്ട്. ഒന്ന്, അവന്റെ പഴയകാല ചെയ്തിയെ കുറിച്ച് അവൻ ഓർക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോന്ന്. അങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പൊ യാതൊരു കാര്യവുമില്ല. അതല്ല, ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങളോട് മുൻപ് പറഞ്ഞിരുന്നല്ലോ എന്ന കാര്യമാണ് അവൻ അനുസ്മരിക്കുകയെന്നും, ഇപ്പൊ അങ്ങനെ അനുസ്മരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും അവിടുന്ന് വിളിക്കപ്പെടുന്നു. എന്നിട്ടതാ മനുഷ്യൻ പറയുകയാണ്, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. പടച്ചവനെ, അന്ന് പറഞ്ഞപ്പോ നിസ്കാരം നിർവഹിക്കാമായിരുന്നു, നോമ്പെടുക്കാമായിരുന്നു, തറാവീഹ് നിസ്കരിക്കാമായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. എന്റെ ഈ പരലോക ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പണ്ട് ചെയ്യാമായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ ക്ലബിൽ കഴിഞ്ഞ സമയമുണ്ടായിരുന്നു, കമ്പനി അടിച്ച് കറങ്ങി നടന്ന സമയമുണ്ടായിരുന്നു, ഫുട്ബോൾ തലക്ക് പിടിച്ച് തല ഫുട്ബോളാക്കിയ കാലമുണ്ടായിരുന്നു, എന്നിട്ട് ജീവൻ പണയം വെച്ച കാലമുണ്ടായിരുന്നു. അങ്ങനെ ഈ ജീവിതത്തിലെ എല്ലാം വഴിമാറിപ്പോയ ഒരു കാലത്ത് നേരെ ചൊവ്വേ ജീവിച്ചിട്ട് വല്ലതുമൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോഴാണ് നമ്മൾ കണ്ട കുറെ ഫക്കീറന്മാര് ഞെളിഞ്ഞിങ്ങനെ നടക്കുന്നത് കാണാം. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ്ദുനിയ വഖാഫുൽ ഫിതനാ. ഇതൊക്കെ അവസാനിക്കുമെന്ന് കാലേ കൂട്ടി കണ്ട് കർമ്മപദങ്ങൾ നീതിവൽക്കരിച്ച ധർമ്മനിഷ്ഠയോടെ മുന്നോട്ട് പോയ ഒരു സഞ്ചയമാളുകൾ നാട്ടിൽ നിന്നപ്പോ അവര് നല്ല തുണിയും കുപ്പായൊന്നും ഇല്ലായിരുന്നു. ചെറിയ വീട്ടിലാണ് അവര് താമസിച്ചത്. വാഹനത്തിൽ പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. നടന്നാണ് അവര് ജീവിച്ചത്. ഞങ്ങൾ ഉപയോഗിച്ചത് പലതും അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ലോകം തിരിയാത്തവനെ, ഔട്ട് ഓഫ് ഫാഷനെ എന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ഇതാ ഞെളിഞ്ഞു നടക്കുന്നു. അവരെ നരകത്തിലേക്ക് വിളിക്കുന്നില്ല. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. പടച്ചവനെ, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി വല്ലതുമൊക്കെ ഒരുക്കി വെക്കാമായിരുന്നു എന്നിങ്ങനെ ആലോചനാപൂർവം പറയുകയാണ്. അപ്പൊ ഈ ആത്മീയതയുടെ വേദിയിൽ നിന്ന് നമ്മുടെ മനസ്സുകൾ ഖുർആനിലേക്ക് ലയിച്ച് ഇളകണം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് ഉൾക്കൊള്ളണം. നേരത്തെ ഇവിടെ സംഭാഷണത്തിൽ ഹുസൈൻ താണി സാറ് പറഞ്ഞതുപോലെ ഖുർആനിന്റെ ലാംഗ്വേജിന് അർത്ഥമറിയാതെ തന്നെ ചില മെസ്സേജുകൾ കൈമാറാനുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിക്കുന്ന ആയത്തുകൾക്ക് ഒരു കിടുക്കവും കുലുക്കവും ഒക്കെയുണ്ട്. അതല്ലേ നമ്മൾ തൊട്ട് മുമ്പേ അവിടുന്ന് ഓതിയ ആയത്തിന് കണ്ടില്ലേ, ചില സൗണ്ട് വവൽസ് അതിൽ കൂടിയത് കാണാം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. അതിന്റെ പ്രൊനൗൺസിയേഷന് തന്നെ ഒരു ബൊംബാസ്റ്റിക് ഭാവമുണ്ട്. അതിന്റെ ഉച്ചാരണത്തിന് തന്നെ ഒരു സ്ഫോടന സ്വഭാവമുണ്ട്. അതേ സമയത്തോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു മൃദുലമായ ഒഴുക്കാണ്. അത് കാരുണ്യത്തിന്റെ സൂക്തമാണ്. ഇതുപോലെ ഒരു ഭാവം ഉസൂലിന്റെ പണ്ഡിതന്മാര് തന്നെ പ്രബലമായ അഭിപ്രായമല്ലെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
പ്രബലമായി ഉദ്ധരിക്കേണ്ടതല്ലെങ്കിലും ആധുനിക പണ്ഡിതന്മാര് ചിലരും ഇതിനെ ഉയർത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും നിർമ്മലമായ രൂപത്തിൽ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ അതിന്റെ ഭാവം അതാ മനോഹരമായി മനസ്സിലേക്ക് സ്വാധീനിക്കും. അപ്പോ ഖുർആനിക്ക് ചികിത്സയെ കണ്ടുകൊണ്ട് മോഡേൺ മെഡിസിന്റെ ആളുകളും തമ്മിൽ ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ വെച്ചുകൊണ്ടൊരു ചർച്ച നടന്നിരുന്നു. അതായത് ഖുർആനിന്റെ ശബ്ദങ്ങൾ ശമനം നൽകുമ്പോൾ അതിന്റെ ശബ്ദങ്ങളെ യാന്ത്രികമായി പുനരുൽപാദിപ്പിച്ച് പുതിയൊരു ചികിത്സാ രീതി ഉണ്ടാക്കാൻ വേണ്ടി മോഡേൺ മെഡിസിന്റെയും ഖുർആനിന്റെയും പണ്ഡിതന്മാർ തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതെവിടെ വരെ എത്തിയിരിപ്പോ റിസൾട്ട് ഒന്നും നമ്മൾ കണ്ടില്ലെങ്കിലും അപ്പോൾ ഖുർആനിന്റെ വചസ്സുകൾക്ക് ശമനം നൽകുവാനുള്ള ഒരു മാസ്മരികത അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിന് യാന്ത്രികമായി പുനരുൽപാദിപ്പിച്ചാൽ ഉണ്ടാകുമോ ഇല്ലേ എന്ന് ചർച്ചകൾ വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ തെളിയിക്കുകയോ ചെയ്യേണ്ടതാണ്. ഏതായാലും മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോഴേക്ക്, തറാവീഹിനെ ഓതുമ്പോഴേക്ക്, ഇശായിക്ക് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സുകൾ സ്വാധീനിക്കണേ. അതല്ലേ ഒരു യുവാവ് വരുന്നു, ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകളോട് സംസാരിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, മോനെ ഒന്ന് ഖുർആൻ ഓതിയേ മോനെ. അപ്പോഴതാ ആ ചെറുപ്പക്കാരൻ ഓതുകയാണ്, വൻദിറുഹും യൗമൽ അസിഫതി ദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. ഖിയാമത്ത് നാളിന്റെ വിഹ്വലമായ രംഗങ്ങളെയും അക്രമകാരികൾക്ക് ശുപാർശകരായി ആരുമില്ലെന്ന യാഥാർത്ഥ്യത്തെയും ധ്വനിപ്പിക്കുന്ന ആയത്തങ്ങ് കേട്ടപ്പോൾ സ്വാലിഹുൽ മുർരി പറഞ്ഞു, നിർത്തുമോനെ, ഒന്നൽപ്പമൊന്ന് നിർത്തിയേ. നരകാവകാശികളെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന രംഗമൊന്ന് സങ്കൽപ്പിച്ചു നോക്കുമോനെ എന്ന് പറഞ്ഞ് നരകത്തെ നന്നായി സ്വാലിഹുൽ മുർരി അവതരിപ്പിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഉസ്താദേ അവര് കരഞ്ഞിട്ട് പിന്നെ എന്താകും ഉസ്താദേ? അപ്പോൾ പറയുകയാണ്, അവര് കരഞ്ഞിട്ട് അവസാനം ഒരു തേങ്ങല് മാത്രമായി. അവരുടെ ദൃശ്യമെത്ര മോശമാണ്, അവരുടെ മടക്കത്താനം എത്ര തീജ്വാലകൾ നിറഞ്ഞതാണ് എന്ന് നന്നായി അങ്ങ് അവതരിപ്പിച്ചപ്പോ അവിടെ കൂടിയവര് മുഴുവനും നിലവിളിക്കുന്നു. നേരത്തെ ഖുർആൻ ഓതിയ ആൾ എഴുന്നേൽക്കുകയാണ്. കുല്ലു ഹാദാ ഫിൽ ഖിയാമത്തി യാ അബാ ബിശ്ർ, ഓ അബൂ ബിശ്റേ, ഇത് മുഴുവനും ഖിയാമത്ത് നാളിന്റെ വിഹ്വലതകളാണോ? ഖാല, മഹാനവറുകൾ പറയുന്നു, നഅം, അതേ മോനെ, യബ്ന അഖീ, കുഞ്ഞു സഹോദരന്റെ മോനെ. അവിടുന്ന് അവര് കരഞ്ഞ് അവസാനം അവര് വെറും നിസ്സാരമായ പാപത്തിലേക്ക് ഫലാ യബ്ഖാ മിൻഹും ഇല്ലാ കഹയത്തിൽ അലീൻ എന്ന് പറഞ്ഞ് നരകത്തിന്റെ വേദനയെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്നാ ലില്ലാഹ് വാ ഗഫലതാ അൻ നഫ്സി അയ്യാമൽ ഹയാ. ഞാൻ ലോകത്ത് ജീവിക്കുമ്പോ പടച്ചവനെ മറന്ന്, പരലോകത്തെ മറന്ന്, ആത്മീയതയെ മറന്ന്, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ വീട്, ഇവിടുത്തെ ജോലി, ഇവിടുത്തെ പണം, ഇവിടുത്തെ സംഖ്യ, ഇവിടുത്തെ സ്ഥാനം, ഇവിടുത്തെ മാനം, ഇവിടുത്തെ ആഭിജാത്യം, ഇവിടുത്തെ അംഗീകാരം, അതൊക്കെ ആലോചിച്ച് മാത്രം നടന്ന് എന്റെ ഗതകാല കഷ്ടമേ. وتفريطي في أيام الحياة في طاعتك يا سيدا. അല്ലാഹുവേ, നിനക്ക് ആരാധന ചെയ്യാതിരുന്ന എന്റെ കഷ്ടകാലമേ. അലാ തളീഇ ഉംരി ഫീ ദാരി ദുനിയാ, ഭൗതിക ജീവിതത്തിന് വേണ്ടി ഞാൻ ഹോമിച്ചു കളഞ്ഞ എന്റെ ജീവിതമേ. ثم بكى واستقبل القبلة, പിന്നെയും ഈ ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് ഖിബിലയ്ക്ക് അഭിമുഖമാവുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്,
അങ്ങനെ അതാ നരകത്തെക്കുറിച്ച് മുഴുവനും പേടിച്ച് കേട്ട് പേടിച്ച് വരണ്ട്. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാനിതാ മടങ്ങുന്നു. واغفر لي ما تقدم من فعلي واقلني عثرتي وارحمني എന്ന് തുടങ്ങി അല്ലാഹുവിനോട് വഇലൈക ഉനീബു ബിജമീഇ ജവാരിഹി, പടച്ചവനെ ഞാനിതാ എല്ലാ അവയവങ്ങളെ കൊണ്ടും നിന്നിലേക്ക് ഞാനിതാ ചേരുന്നു റബ്ബേ എന്ന് പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് ആ സ്വാലിഹുൽ മുർരി തങ്ങളുടെ മജ്ലിസിൽ ഈ ചെറുപ്പക്കാരനങ്ങ് പിടഞ്ഞു വീണ് മരിക്കുന്നു. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു, സാലിഹുൽ മുർരി തങ്ങളുടെ മജ്ലിസ് അത്രയും നല്ല ട്രാൻസ്ഫോമറിൽ നിന്നാണ്, അവിടുന്ന് ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം അത് നല്ല വെളിച്ചം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ ഒരാളുടെ ജീവിതമാണ് ലോകത്തെ മാറ്റിയത്. കണ്ടില്ലേ, ഉത്തരേന്ത്യയിൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്, ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയയാണ്, ബീഹാറിൽ ഇമാമുൽ മുനീരിയാണ്. അങ്ങനെ തുടങ്ങി ഓരോ നാട്ടിലും വലിയ വലിയ ട്രാൻസ്ഫോമറുകൾ കിടക്കുന്നുണ്ട്. ബഖ്തിയാരിൽ കാക്കി ദഹ്ലവിയുണ്ട്. അതുപോലെ തന്നെ ഹാജബ് ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാർ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മൾ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുകളൊന്നും കേവലം ഒരു കഥയിൽ വന്ന പാത്രങ്ങളല്ല, മറിച്ചോ അവരെല്ലാം ഇന്നലകളിൽ ആധ്യാത്മികതയോടെ ജീവിച്ചിട്ട് വെളിച്ചം പകർന്ന ഹിദായത്തിന്റെ കേന്ദ്രങ്ങളാണ് ഔലിയാഉർ റഹ്മാൻ. അവർക്ക് നമ്മളെപ്പോലെ ശബ്ദമയമായ വചനം വേണ്ടായിരുന്നു, നമ്മളെപ്പോലെ സംഘാടനത്തിന്റെ വ്യവസ്ഥിതി വേണ്ടായിരുന്നു. അവർ വ്യക്തികൾ വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു. വിളിക്കാതെ ആളുകളെത്തി, മെമ്പർഷിപ്പ് എടുക്കാതെ അംഗങ്ങളായി, കൽപ്പിക്കാതെ വിധേയരായി, മാടി വിളിക്കാതെ അനുസരിച്ചു. അങ്ങനെ യാന്ത്രികമായ ഒരു ആത്മീയ സംവിധാനത്തിലാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ ആധ്യാത്മിക ഭാരതത്തിന്റെ സാരഥ്യം വഹിച്ച് ഇന്നും അവിടെ വിശ്രമിക്കുന്നത്. ഇന്നും സുൽത്താനുൽ ഹിന്ദു തന്നെ. അവിടത്തേക്ക് വെളിച്ചം കൊടുത്ത കേന്ദ്രം അതാഉർ റസൂൽ. മദീന സേ ജലക് ബഗ്ദാദ് പहुंच गई. അവിടുന്ന് ബഗ്ദാദിലേക്കാണ് നേരെ വന്നത്. ഉദർ സേ അജ്മീർ പहुंच गई. അവിടുന്ന് അജ്മീർ മലയുടെ മുകളിൽ വന്നിരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് വരാൻ തുടങ്ങി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വന്ന് ആരാധന എടുക്കുകയും അല്ലാഹുവിന്റെ ഫുതൂഹാത്തുകൾ ലഭിക്കുകയും ചെയ്തപ്പോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ്, ജനങ്ങളെ കാണുന്നില്ലേ, അവര് മുഴുവനും സംഘമായി നമ്മുടെ ഇമാമുകളിലേക്ക് വരുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. ഫീ ദീനില്ലാഹി അഫ്വാജാ, അതിന്റെ ഒരു പുലർച്ചയല്ലേ ഈ ഇമാമുകളെല്ലാം. നമ്മുടെ നാട്ടിൽ ഇസ്ലാം കൊണ്ടുവന്ന മഹാന്മാരായ സ്വഹാബികളും താബിഈകളും അവരെല്ലാം വലിയ വലിയ ട്രാൻസ്ഫോമറുകളായിരുന്നു, ആധ്യാത്മികതയുടെ കേന്ദ്രങ്ങളായിരുന്നു. അവരെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമില്ല, ഇന്നലകളെ അവഗണിച്ചിട്ടൊരു ഇസ്ലാമില്ല. പാരമ്പര്യത്തിന്റെ ആധ്യാത്മികതയെ കളഞ്ഞിട്ടുള്ള ഇസ്ലാം സന്ധീകരിക്കപ്പെട്ട ഇസ്ലാമാണ്. ആത്മീയതയെ മാറ്റിവെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം അവിടുന്ന് ജഡീകരിക്കപ്പെട്ട ഇസ്ലാമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിരിക്കാനുള്ള മതം, കരയാനുള്ള മതം, ആലിംഗനം ചെയ്യാനുള്ള മതം, ഹബീബിന്റെ മദ്ഹ് കേൾക്കുമ്പോൾ ലയിക്കാനുള്ള മതമാണ്. യാ സയ്യിദൽ അബ്റാരി ഹബ്ബുക ഫീ ദമീ നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി. അനുരാഗത്തിന്റെ ലയങ്ങളെ സിരകളിലേക്ക് ലയിപ്പിച്ചു വെച്ച് ഹബീബിലേക്ക് ചേരുന്ന ആധ്യാത്മിക പ്രണയത്തിന്റെ തന്ത്രികളല്ലേ നമ്മുടെ ശരീരത്തിൽ ഓടേണ്ടത്. അപ്പൊ പിശാചിനവിടെ സ്ഥാനമില്ല. ഇദാ സലക ഉമറു ഫീ തരീഖിൻ സലക ശൈത്താനു ഫീ തരീഖിൻ ആഖറ. ഉമർ റളിയല്ലാഹു അൻഹു വന്നാൽ പോലും അവിടെ പിശാച് വരില്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ പ്രണയം സിരയിലേക്ക് വന്നാൽ പിശാച് അടുക്കുക
കിട്ടുകയില്ല. സ്വാദിഖായ മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ കൽബിൽ തരട്ടെ. റസൂലുള്ളാഹിനോട് പ്രണയം വർദ്ധിപ്പിച്ചു തരട്ടെ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അവസാനത്തെ ഒരു സൂക്തം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് അല്ലാഹു തആല അന്ന് ശിക്ഷിക്കും പോലെ വേറൊരിക്കലും വേറെ ആരും ശിക്ഷിക്കാനില്ല. അല്ലാഹുവിന്റെ ലാ യുഫിഖു വഥഖഹു അഹദ്, അല്ലാഹുവിന്റെ ബന്ധനത്തെ പോലെ ബന്ധിക്കാൻ ഒരു അധികാരിക്കും കഴിയില്ല, അതിനെ അഴിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇനി അവസാന സുവിശേഷത്തിലേക്ക് വരികയാണ്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് ഗതകാല ചരിത്രത്തിൽ നിന്ന് പാഠമുണർത്തി ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ചെയ്തില്ലെങ്കിലുള്ള അബദ്ധം ഓർമ്മപ്പെടുത്തി ഇനി സാന്ത്വനത്തിന്റെ വചനത്തിലേക്കാണ് ഖുർആൻ വരുന്നത്. യാ അയ്യതുവൻ നഫ്സുൽ മുത്മഇന്നതു ർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുവൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആത്മാവേ. ഔലിയാക്കളുടെ ഭാഷയിൽ ഇവിടെ ഒരുപാട് വിശദീകരണം അർഹിക്കുന്നുണ്ട്. നഫ്സുൽ അമ്മാറയുണ്ട്, നഫ്സുൽ ലവ്വാമയുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു വരുന്ന നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിൽ വിലയം പ്രാപിച്ച ആത്മാവ്, കൽപ്പനകൾക്കനുസരിച്ച് മാത്രം ചലിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആത്മാവ്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് എല്ലാം പ്രതീക്ഷയർപ്പിച്ച ആത്മാവ്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഔലിയാക്കന്മാര് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അല്ലാഹു അനുവദിച്ചത് തന്നെ പലതും ഔലിയാക്കന്മാര് അവിടുന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകളെയൊന്നും അവരെതിർത്തിട്ടില്ല, അവര് ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല, വിരോധങ്ങളെ അവര് ചെയ്തിട്ടില്ല. പക്ഷേ അല്ലാഹുവിലേക്ക് മാത്രം പ്രണയം കൊണ്ട് ചാലിങ്ങനെ ബദ്ധരായി. അങ്ങനെ മഹാത്മാക്കളുടെ ഭാഷകൾ അറിയാത്ത ചില ആളുകൾ എന്തു ചെയ്യും? ഇസ്ലാമിന്റെ ആത്മീയതയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ആത്മീയതയില്ലെന്ന് നിരസിക്കുകയോ ആത്മീയതയെ കൃത്രിമമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്ന രണ്ട് ഭാവങ്ങളും ഇന്ന് ഇസ്ലാമിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നാൽ അതതിന്റെ ശൈലിയിലാണ് പോകേണ്ടത്. അതിന് മറുപടി എന്തേ ഉള്ളൂ? യലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅദിറതൻ മിന്നി ഇലൈക വലൗ അൻഫഫ്ത ലം തലുമീ. ഒരു കാമുകനും ഒരു കാമുകയും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കമന്റ് പാസാക്കും, അവന്റെ അവളുടെ ഒരു പോക്ക് കണ്ടോന്ന്. പക്ഷേ അവരെ അത് സ്വാധീനിക്കുന്നില്ല. കാരണം അവര് തമ്മിൽ അനുഭവിക്കുന്ന ഒരു പ്രത്യേക പ്രേമാനുഭൂതിയുണ്ട്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ആക്ഷേപകന്മാരെ ഇത് പ്രണയത്തിന്റെ സന്ദേശമാണ് എന്നതുപോലെ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നവര് ജന്മദിനം വരുമ്പോൾ ഹബീബിനെ ആലിംഗനം ചെയ്യാനുള്ള പ്രണയത്തിൽ കൈത്തണ്ടയിലിരിക്കുന്ന എന്റെ കുഞ്ഞുമോന്റെ ജന്മദിനത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലാഹു തന്ന നിഅമത്താണ്, അല്ലാഹു തന്ന അനുഗ്രഹമാണ്. എന്നാൽ അന്നിഅമത്തുൽ കുബറ അലൽ ആലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിനെ ഞാൻ ഈ കുഞ്ഞിനേക്കാൾ പ്രേമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഹബീബ് ജനിച്ച ദിവസം എന്റെ കുഞ്ഞ് ജനിച്ച സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ട്. അത് കൃത്രിമമായി നിർമ്മിക്കപ്പെടേണ്ടതല്ല, യാന്ത്രികമായി പ്രഭവിക്കേണ്ടതാണ്. അത് ഭാഷയിൽ പരിമിതപ്പെടുന്നതല്ല, ആത്മാവിൽ വിലയം പ്രാപിക്കുന്നതാണ്. കാരണം എന്താ? പ്രണയം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അൽ ഹുബ്ബു ഹർഫാനി ഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മഅനിഹൽ അഹിബ്ബാഉ. പ്രേമമെന്ന് പറഞ്ഞാൽ അറബിയിൽ ഹാഉം ബാഉം കൂടുന്ന ഹുബ്ബ് എന്ന രണ്ടക്ഷരങ്ങളാണ്. എന്നാൽ യലൂദു ഇൻദ മഅനിഹൽ അഹിബ്ബാഉ, എനിക്കത് വിശദീകരിക്കാൻ അറിയില്ല. പ്രേമിക്കുന്നവരതിന്റെ മധു അനുഭവിക്കുന്നുണ്ട്. ഉഹിബ്ബുക ലാ തഫ്സീറ ഇൻദി ലിസബവതി ഉഹിബ്ബുക ഇൻദി വൽ ഹവാ ലാ യുഫസ്സറു. അവിടുന്ന് പ്രേമം വ്യാഖ്യാനിക്കാൻ കഴിയില്ല.
കാരണം എന്താ? ഭൗതികമായി തന്നെ പ്രേമത്തെ നിങ്ങൾ ആലോചിച്ചോളൂ. ചിലപ്പോൾ പ്രേമത്തിന് ന്യായാന്യായങ്ങളുടെ വേറെ സ്കെയിലാണ് ഉണ്ടാവുക. ഒരു പെൺകുട്ടി ഒരുത്തനെ പ്രേമിച്ചു, ആ പെണ്ണിന് തന്നെ നല്ല ഒരു പ്രപ്പോസൽ വന്നു. 100 പവനും കൊടുത്ത് നല്ല ഒരു സിമ്പിളനായ പുതിയാപ്പിളയോടൊപ്പം നല്ല ജീവിതത്തിലേക്ക് ഒരുക്കാൻ ലക്ഷങ്ങൾ പൊടി പൊടിപ്പിച്ചിട്ട് വാപ്പ കല്യാണം ഒരുക്കുമ്പോഴും ഈ പെണ്ണൊളിച്ചോടുന്നു. ഒന്നാലോചിച്ചാ മതി. നല്ല സ്വർണം കിട്ടാൻ പോവാണ്, നല്ല വീട് കിട്ടാൻ പോവാണ്, നല്ല പേര് കിട്ടാൻ പോവാണ്. അങ്ങനെ ഭൗതികമായ ന്യായാന്യായങ്ങൾ നോക്കുമ്പോ ഈ പോണത് ശണ്ടത്തരമാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയാണ്. പക്ഷേ പ്രേമത്തിന്റെ ലാംഗ്വേജ് വേറെയാണ്. അത് ഭൗതികമായി തന്നെ ആലോചിച്ചാൽ കിട്ടുന്നതാണ്. അതുപോലെ ഹബീബായ നബിയോടുള്ള പുണ്യപ്രേമവും നിങ്ങളുടെ നിയമത്തിന്റെ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. അത് പ്രേമത്തിന്റെ സ്കെയിൽ കൊണ്ടേ അളക്കാൻ പറ്റൂ. ആ സ്കെയിലും നമ്മുടെ ഉള്ളിനാണുള്ളത്. അതുകൊണ്ട് ഹബീബ് നടന്ന ഭൂമിയിൽ ഫമതാ അഫൂസു ബിനദറത്തിൻ യാ സയ്യിദി ഫമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് ആ മദീന കണ്ടൊന്ന് കൺകുളിർക്കുക? എപ്പോഴാണ് ആ മണ്ണെടുത്ത് കണ്ണിൽ വെച്ചൊന്ന് സുറുമയണിയുക? എന്തൊരനുരാഗത്തിന്റെ വാചകമാണ്! ഇബ്രാഹിം എഴുതിയ വരികളാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ പ്രണയകാവ്യം നടത്തിയിട്ട് റസൂലുള്ളാഹിനോട് ആലിംഗനം ചെയ്യുകയാണ്. അസൂയ വെച്ചിട്ട് കാര്യമില്ല. അതിനെ നിയമത്തിന്റെ വടി കൊണ്ട് അളക്കേണ്ടതല്ല, പ്രേമത്തിന്റെ അളവുകോല് കൊണ്ട് രുചിക്കേണ്ടതാണ്. അതുപോലെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഫുതൂഹാത്തുകൾ നൽകുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി വിശദീകരിക്കുന്നു. ഇമാം ഫഖറുദ്ദീൻ റാസി ഫാത്തിഹയുടെ വിശദീകരണത്തിൽ പറയുന്നു, അവിടെ മഹാന്മാരുടെ കൽബുകൾ അല്ലാഹുവിലേക്കടുത്ത് അവരുടെ പ്രഭാവത്തിന്റെ പ്രകാശത്തിന്റെ രേണുക്കൾ കൽബിലേക്കെടുത്താൽ അവരുടെ മനസ്സിലേക്ക് പ്രപഞ്ചം മുഴുവനും പ്രതിബിംബിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും പ്രതിബിംബിക്കുകയാണ് അവരുടെ കൽബിൽ, അവരുടെ മനസ്സിലേക്ക് വരികയാണ്. ഗൂഗിൾ എർത്ത് നോക്കിക്കോളൂ നിങ്ങൾ. അതിൽ കാണാൻ നമ്മുടെ തിരൂരിലെ ഈ മുനിസിപ്പൽ ഹാള് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ടൗൺ ഹാള് കാണാൻ പറ്റും. എന്നതുപോലെ അതിനേക്കാൾ വലിയ സംവിധാനമാണ് ഒരു മുഅ്മിനിന്റെ കൽബിന് ഗൂഗിൾ ക്യാമറയേക്കാൾ പവർ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവര് നോക്കുമ്പോൾ ലോകം ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ എർത്ത് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ചെറിയ ചെറിയ ഗല്ലികൾ അടയാളപ്പെടുത്തിയത് കാണുന്നു. ഒരു മൗസ് ക്ലിക്കിന്റെ ദൂരമേ വേണ്ടൂ. അതുപോലെ ഔലിയാക്കളുടെ കൽബ് അല്ലാഹു തആല ഫുതൂഹാത്ത് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനേക്കാൾ ലോലമായ സിമ്പിളായ രൂപത്തിൽ അവരുടെ മനസ്സിൽ തെളിയുന്നു. യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഉസ്താദ് അവர்கள் ഉദ്ഘാടന ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പോഴോ അങ്ങനെ നല്ല പവറുള്ള ക്യാമറകൾ ഉപയോഗിച്ചാൽ നാസയുടെയും മറ്റും ക്യാമറകൾ എത്രയോ പവറിലാണ് ഓരോ ചിത്രങ്ങൾ നൽകുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തിരുന്നു കൊണ്ട് നമ്മുടെ ബഹിരാകാശ ഗവേഷണ പണ്ഡിതന്മാര് ഇപ്പൊ ചന്ദ്രനിൽ ഇന്നത് നടക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അത് അംഗീകരിക്കുന്നില്ലേ? അവിടെ 800 കിലോ ഭാരമുള്ള സാധനം കൊണ്ടുപോയി ഇറക്കിയെന്ന് പറയുമ്പോ നമ്മളത് കൊട്ടിപ്പാടി നടക്കുന്നില്ലേ? എന്നാൽ അവര് ഭൗതികമായ മാനദണ്ഡങ്ങളുടെ ഭാഷയിലാണത് പറയുന്നത്. എന്നാൽ ആത്മീയമായ കാരണങ്ങളാൽ ഔലിയാക്കന്മാരതാ കൺട്രോൾ നടത്തുന്നു. മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ സൗകര്യമില്ല, മൊബൈൽ ടെക്നോളജി ഇല്ല, സാറ്റലൈറ്റ് സംവിധാനമില്ല. അതിന്റെ എല്ലാം പടച്ചവന്റെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ നോട്ടമാണ്. ഓ സാരിയ, ആ സൈന്യം തിരിച്ചു വരുന്നുണ്ട്, വിശ്രമിക്കാനായിട്ടില്ല. അങ്ങനെ റിമോട്ട് കൺട്രോൾ നടത്തിയ ഭരണാധികാരികളുണ്ട്.
അപ്പൊ മഹാന്മാരുടെ കറാമത്തുകളെയും അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളെയും മഹത്തുക്കളുടെ മഹിതഭാവങ്ങളെയും ആധ്യാത്മികതയുടെ ടേമുകളെയും ഈ ഭൗതികതയുടെ നിയമങ്ങളും ഇക്വേഷൻ വെച്ചുകൊണ്ടല്ല അളക്കേണ്ടത്. അതിന് ആത്മീയതയുടെ ഭാഷയുണ്ട്, അതിന്റെ ഇസ്തിലാഹാത്തുകളുണ്ട്. അത് വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ എനിക്ക് അനുഭവവേദ്യമായതേ ഞാൻ എടുക്കൂ എന്ന് പറയുന്നത് ന്യായമല്ല. നെഞ്ചത്ത് വെച്ച ടെലസ്കോപ്പ് ചിലപ്പോ പുറത്തും കൂടി ഒന്ന് വെച്ചു നോക്കും, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ ഡോക്ടറോട് ചോദിക്കരുത് എന്തിനാണ് ഇപ്പൊ എന്റെ മുതുകത്ത് വെച്ചത്, നെഞ്ചുവേദനയ്ക്കല്ലേ ഞാൻ വന്നത്. അയാൾക്ക് അതിൻ്റെതായ ന്യായമുണ്ട്, അത് അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. എഞ്ചിനീയർ വരയ്ക്കുന്ന സമയത്ത് 4 മൂലയുള്ള വീടിന് എന്തിനാ എഞ്ചിനീയറെ 8 വരെ എന്ന് ചോദിക്കേണ്ട. അയാൾക്ക് അതിൻ്റെതായ 3D 2D മെഷർമെന്റ് വെച്ചുകൊണ്ടുള്ള വരകൾ അയാൾക്കുണ്ട്, അത് അയാൾക്ക് വിട്ടുകൊടുക്കണം. അതുപോലെ ആത്മീയ പണ്ഡിതന്മാര് ആത്മീയ വിഷയം പറയുമ്പോൾ എന്തിനാണ് എവിടെങ്കിലും ഒന്ന് മുറിഞ്ഞതിന് കയ്യും കാലും കഴുകുന്നതെന്ന് ചോദിക്കേണ്ടതില്ല, അതിന് അതിൻ്റെതായ ന്യായമുണ്ട്. എന്നതുപോലെ ഓരോ വിജ്ഞാനത്തിനും അതിൻ്റെതായി കൈകാര്യം ചെയ്യാൻ അർഹതപ്പെട്ട ആളുകളുണ്ട്, അതവർക്കങ്ങ് വിട്ടുകൊടുത്തേക്കണം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്തത് അറിയുന്നവരോട് ചോദിക്കണം. എന്തെങ്കിലും അറിയുന്നവരോട് ഏതെങ്കിലും ചോദിക്കലല്ല, ഓരോന്ന് അറിയുന്നവരോട് അതാത് ചോദിക്കലാണ്. അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികൾ അറിയാൻ അഇമ്മത്തിനോട് ചോദിക്കണം. അവരതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതിനായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയുടെ ജീവിതം അതിനായിരുന്നു. മാലിക് ബിൻ അനസ് തങ്ങളുടെ ജീവിതം അതിനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ജീവിതം അതിനായിരുന്നു. ഇമാമുൽ ഇസ്ഫറാഈനിയുടെ ജീവിതം അതിനായിരുന്നു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതിനായിരുന്നു. ഇമാമുൽ മുസനിയുടെയും നവവിയുടെയും ഹറമൈനിയുടെയും റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ അവരെ ആത്മീയതയുടെ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കിയവരും ടെലസ്കോപ്പുകൾ കൈകാര്യം ചെയ്തവരും മൈക്രോസ്കോപ്പ് നിർമ്മിച്ചവരും അങ്ങനെ ആ മേഖലയിൽ അതോറിറ്റി ഉള്ളവരാണ്. അവരെ അങ്ങനെ വിട്ടുകൊടുത്താൽ ഇവിടെ യാതൊരു പ്രതിസന്ധികളും വരാനില്ല. അപ്പൊ നമുക്ക് വരാം. യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിലേക്ക് ലയിച്ചിട്ട് സാന്ത്വനം നേടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിൽ നിന്ന് വന്നവനാണെന്ന സൂചനയല്ലേ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ, സംതൃപ്തമായി തൃപ്തി സ്വീകരിച്ച് മടങ്ങിക്കോ, കടന്നോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരുടെ വീടായ സ്വർഗത്തിലേക്ക് കടന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ വഫാത്താകുന്നു. കഫൻ പുടവ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രാക്കുഞ്ഞിനെ പോലെയുള്ള പറവ വന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അതൊരു ആധ്യാത്മികതയുടെ ശൈലിയാണെന്നതുകൊണ്ട് പരതാൻ നിന്നില്ല. ഖബറിന്റെ ഉള്ളിലേക്ക് മഹാനവറുകളെ വെച്ചപ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നു, യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ടുവന്ന് ഖബറിടത്തിലേക്ക് കിടത്തുമ്പോ ഖബറിൽ നിന്ന് അശരീരി വന്നു സ്വർഗത്തിലേക്ക് പോയേ. അതുപോലെ ഇമാമീങ്ങളെല്ലാം അവരുടെ ജീവിതത്തിന്റെ പര്യവസാനങ്ങളിൽ ശുഭസൂചനകൾ നൽകിയിട്ട് യാത്ര പറഞ്ഞവരാണ്. ഞാൻ എന്റെ വിഷയാവതരണം തൽക്കാലം അവസാനിപ്പിക്കുന്നു.